Hello friends, welcome back to Eseries channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ വേറെ ബോർഡുകളിലോ ഒക്കെ നമുക്ക് ഡെക്കറേറ്റിംഗ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു LED സ്ട്രിപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ സ്ട്രിപ്പ് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ കോസ്റ്റ് വന്നത് 220 രൂപയാണ്. ഞാൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണിത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു LED സ്ട്രിപ്പാണ്. RGB LED സ്ട്രിപ്പ് എന്ന് പറയുന്നതിന്. ഇതിന് 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 3 LED ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഈ 3 LEDയുടെ കോമ്പിനേഷൻസിലാണ് ബാക്കിയുള്ള കളറുകളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു റിമോട്ടാണ്. ഈ റിമോട്ടിൽ ഇതിൻ്റെ ബാറ്ററി വരുന്ന ഭാഗത്ത് ഒരു ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഇതിലെ ബാറ്ററി വെറുതെ ഉപയോഗിച്ചിട്ട് ഇത് തീരാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ വലിക്കേ വേണ്ടുള്ളൂ. ഇത് ഒന്ന് റിമൂവ് ചെയ്യാം. ഈ റിമോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബട്ടൺസുകൾ ഇത് 2 എണ്ണം ഓൺ ഓഫ്, പിന്നെ ഇത് ബ്രൈറ്റ് കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺസുകളാണ് ഈ ബട്ടൺസുകൾ. പിന്നെ ഇതിൻ്റെ വിവിധ കളറുകളിലേക്ക് ഈ സ്ട്രിപ്പിനെ കൊണ്ട് പോകാനുള്ള ബട്ടൺസ്. ഈ ബട്ടൺസ് നിൽക്കുമ്പോൾ ഈ കളറുകളിലേക്ക് ഈ ലൈറ്റുകൾ മാറും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ 4 ബ്ലാക്ക് കളറിൽ 4 ബട്ടൺസ് കാണാം. ഇതിൽ എഴുതിയിരിക്കുന്നത് ഫ്ലാഷ്, സ്ട്രോബ്, ഫെയ്ഡ് ആൻഡ് സ്മൂത്ത്. അതായത് വിവിധ തരം ഫ്ലാഷുകളിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പലതരം ഫ്ലാഷുകളിലേക്ക് മാറ്റാനുള്ള ബട്ടൺസുകളാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെയുള്ളത് ഒരു W എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതായത് വൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതിലെ എല്ലാ കളറുകളും ഒരുമിച്ച് കത്തുകയും ഒരു വൈറ്റ് കളറ് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു കൺട്രോളറാണ്. കൺട്രോളറിന് ഒരു പിന്നും അതേപോലെ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഒരു സെൻസറുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്റർ. പിന്നെ വരുന്നത് നമ്മുടെ LED സ്ട്രിപ്പാണ്. 5 മീറ്റർ സ്ട്രിപ്പാണ് ഇത് വരുന്നത്, LED സ്ട്രിപ്പ്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ അതായത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ LED സ്ട്രിപ്പ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ LED സ്ട്രിപ്പ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ LED സ്ട്രിപ്പിൻ്റെ ഒരു പിന്നുണ്ട്. ഈ പിന്നും അതേപോലെ ഈ കൺട്രോളറിൽ ഒരു പിന്നുണ്ട്. ഇതിൽ രണ്ടിലും മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇത് കണക്ട് ചെയ്യാം. ഇതിൽ വരുന്നത് 4 പിന്നാണ്. ഈ 4 പിന്നും കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഇതിലേക്ക് ഈ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു പിന്നാണ്. ഈ പിന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് പ്ലഗ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിമോട്ട് വെച്ചിട്ട് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഓഫ് ബട്ടൺ അമർത്തിയപ്പോൾ ഇത് ഓഫായി. നമുക്ക് ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞ് ഓണാക്കി നമുക്ക് റെഡ് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. റെഡ് മാത്രം. ഇപ്പോൾ റെഡ് കളർ LED മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രീനിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഗ്രീൻ കളർ LED മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂ ആക്കി കഴിഞ്ഞാൽ ബ്ലൂ കളർ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രീനും റെഡും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ യെല്ലോ അമർത്തി കഴിയുമ്പോൾ ഗ്രീനും റെഡും കൂടെ നല്ല ബ്രൈറ്റിൽ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു യെല്ലോയിഷ് കളർ ലൈറ്റാണ് കിട്ടുന്നത്. എൻ്റെ ഈ കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെല്ലോയിഷ് കളർ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഗ്രീന്
ഗ്രീനിൻ്റെ വിവിധ കളറുകളാണ്. അതേപോലെ നമ്മൾ വൈറ്റ് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ ലൈറ്റാണ് ലഭിക്കുന്നത്. ഇതുപോലെ ഈ റിമോട്ടിലുള്ള എല്ലാ കളറുകളും നമുക്ക് ലഭ്യമാണ്. ഈ കളറുകളിലൊക്കെ ഈ LED ലൈറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫ്ലാഷ് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു 3-4 ടൈപ്പ് ഫ്ലാഷ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് കുറക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള ബട്ടൺ ഇതിൻ്റെ മുകളിലായിട്ട് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് സ്പീഡിലാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് നോക്കാം. ഇപ്പോൾ കുറച്ചു. ഇത് നിങ്ങൾക്ക് പല ഡെക്കറേഷൻസിനും ഒക്കെ ഈ ഒരു LED ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളുടെ ബെഡ്റൂം കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ LED ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.